ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. കാസർഗോഡ് നടന്ന വിവാദ ക്വിസ് മത്സരത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് പങ്കില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എം ഷംസുദ്ദീൻ മൂവാറ്റുപുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത്തരം നീക്കങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് സ്കൂളിൽ സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിലെ വിവാദ ചോദ്യവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന് യാതൊരു പങ്കുമില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ മൂവാറ്റുപുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭ സംഘടിപ്പിച്ച അവാർഡ്ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു മന്ത്രി. സംഭവത്തിൽ അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പരിപാടിയെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സോഷ്യൽ ക്ലബ്ബുകൾ വഴി നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രവൃത്തിയല്ല. കലണ്ടറിലും അങ്ങനെ ഒരു പ്രോഗ്രാം ഇല്ല. ഇത് പ്രാദേശികമായ അവിടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ക്വിസ് പ്രോഗ്രാമാണ്. അപ്പൊ അതിലാണ് വളരെ അബദ്ധം നിറഞ്ഞ ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. പിന്നെ അങ്ങനെ നമ്മളാരും ഇങ്ങനെ തീർച്ചപ്പെടുത്തി വെച്ചിട്ടില്ലല്ലോ. ബ്രിട്ടീഷ് സർക്കാരിന്റെ അല്ലെങ്കിൽ ബ്രിട്ടൻ മറ്റേ വൈദേശിക മേധാവിത്വത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ ഏറ്റുവാങ്ങിയ നേതാവ് ആരാണ് എന്ന് ആരും എവിടെയും തീർച്ചപ്പെടുത്തി വെച്ചിട്ടില്ല. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുമില്ല. കുറേ ആളുകളുണ്ട് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത്. എന്നിട്ട് അതിന് ഇത്തരത്തിലൊരു ഉത്തരം ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. അതാണ് ശരിയുത്തരം എന്ന് പറയുന്നു. ഇതൊക്കെ വളരെ ബോധപൂർവമായി ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ്. ഏതായിരുന്നാലും അത് ചെയ്തത് വിദ്യാഭ്യാസ വകുപ്പിൽ ജീവനക്കാരാവുമല്ലോ, അധ്യാപകരാവുമല്ലോ. അത് ആരാണെന്ന് പരിശോധിക്കാൻ കൃത്യമായിട്ട് DGയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള തെറ്റായ നീക്കങ്ങൾ നടത്തുന്നവർക്കെതിരെ അതിശക്തമായ നടപടിയുണ്ട്. പിന്നെ ഇപ്പം നടന്ന ഈ ക്വിസ് മത്സരവും വിദ്യാഭ്യാസ വകുപ്പോ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ഒരുപാട് കായിക പ്രോഗ്രാമുകളുണ്ട്. അതിലിങ്ങനെ ഒരു സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടൊരു ക്വിസ് മത്സരമില്ല. ഇത് തീർത്തും പ്രാദേശികമായി ആ മേഖലയിൽ സംഘടിപ്പിച്ചതാണ്. ക്വസ്റ്റ്യൻ വളരെ ക്ലിയറാണ്. ബോധപൂർവം തങ്ങളുടെ ചില അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമം ആ ചോദ്യകർത്താവായ അധ്യാപകൻ അതിന് ശ്രമിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. അത് ചെയ്തതിനെതിരെ നടപടി ഉണ്ടാകും. ഓരോരുത്തരുടെ അജണ്ട നടപ്പാക്കാനുള്ളതല്ല വിദ്യാഭ്യാസ വകുപ്പിലെ ഓരോ അവസരങ്ങൾ എന്നും കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരോ അധ്യാപകരോ ആയാലും ഇത്തരം നീക്കങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ ഭരണപരമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.